ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഈശോ കടന്നു വന്നത് സ്നേഹത്തെക്കുറിച്ച് പറയാൻ, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പിതാവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ആരാണ് പിതാവ് എന്ന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വന്ന ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ആ സ്നേഹം കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർക്ക്, ചുറ്റുമുള്ളവർക്ക്, അടുത്തു വന്നവർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക്, രോഗികൾക്ക്, പീഡിതർക്ക്, പിശാചുബാധ എല്ലാവരിലേക്കും അവൻ്റെ കാരുണ്യം പെയ്തു. ആ ഈശോ തന്നെ കേട്ടവരോടും ശിഷ്യന്മാരോടും പറഞ്ഞതും ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാമത്തെ അധ്യായം 17-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കും. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട്, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നുണ്ട്, ചിലതൊക്കെ മറന്നു കളയാൻ പറയുന്നുണ്ട്. സ്നേഹം എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എത്രമാത്രം കാരുണ്യം നിനക്ക് കാണിക്കാൻ സാധിക്കുമോ അതെല്ലാം ഈ സ്നേഹത്തിൽ ഉൾക്കൊള്ളുന്നു. അതായിരിക്കുവാനാണ് ഈശോ പറഞ്ഞത്. സ്നേഹത്തിൻ്റെ പര്യായമായി തീരുവാൻ പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ, ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പറഞ്ഞു. ഈ ദിവസത്തിന് വേണ്ട കൃപകൾ, നന്മകൾ എല്ലാം നൽകണമേ. സ്നേഹത്തിൻ്റെ പര്യായമായി വ്യാപരിക്കുവാൻ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.